ഹൈ ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ക്രാഷിനെ പറ്റിയിട്ടാണ്. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് ആയിരിക്കും? ഇത് മാർക്കറ്റിനെ ഒരു ഗ്ലോബൽ ബെയർ മാർക്കറ്റിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണോ? ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസിലോട്ട് പോകാം. നിഫ്റ്റി നോക്കാൻ നേരത്ത് ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്ത് മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഇന്ന് ഓൾമോസ്റ്റ് 2.68% ഒരു ഫോൾ നമുക്ക് നിഫ്റ്റിക്കകത്ത് കിട്ടിയിരിക്കുന്നത്. നോക്കാൻ നേരത്തെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓളിയും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ബിൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തോട് വരാൻ നേരത്ത് ഇന്ന് 4.57% ഒരു ഫോൾ, ഹെവി ആയിട്ടുള്ള ഒരു ഫോളാണ് നമുക്ക് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. ആൻഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈഡ് വേസ് പാറ്റേണിൻ്റെ ക്ലിയർ ബ്രേക്കൗട്ട് കൂടിയാണ് നമുക്ക് ഇന്ന് ദിവസം കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ നാസ്ഡാക്കിൽ നോക്കാൻ നേരത്ത് നാസ്ഡാക്ക് ഇന്നലത്തെ ദിവസം ഓൾമോസ്റ്റ് 2.44%, ഇന്നലത്തെ ദിവസം ഓൾമോസ്റ്റ് 2.38%, ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ 4.7% ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത്. അതേ കണക്കിന് നാസ്ഡാക്കിൻ്റെ അല്ലെങ്കിൽ US-ൻ്റെ അകത്തുള്ള സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കാൻ നേരത്ത് അവിടെ ഇന്ന് 4.28% ഒരു ഡ്രോപ്പാണ് ഇന്നത്തെ ദിവസം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നലെ നോക്കുകയാണെങ്കിലും 3.88% ഡ്രോപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇത് US-ലും ഇന്ത്യയിലും മാത്രമല്ല, നിങ്ങൾ ഏത് ഗ്ലോബൽ മാർക്കറ്റ് എടുത്ത് നോക്കിയാലും, ജപ്പാൻ എടുത്ത് നോക്കിയാലും, അതല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ മാർക്കറ്റ്സ് എടുത്ത് നോക്കിയാലും ഇവിടെ എല്ലാം തന്നെ ഹെവി ആയിട്ട് മാർക്കറ്റുകൾ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അടുത്ത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഹിസ്റ്ററി നോക്കാം. നമ്മുടെ നിഫ്റ്റിയുടെ ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് കാണാം ഇതിന് മുമ്പുണ്ടാക്കിയിരുന്ന ബെയർ മാർക്കറ്റുകളും ബുൾ മാർക്കറ്റുകളും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ആ ബുൾ മാർക്കറ്റുകളുടെ ഇടയിലൊക്കെ വന്നേക്കുന്ന കറക്ഷൻസ് നിങ്ങളൊന്ന് നോക്കാം. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് ആയിട്ടുള്ള 2003 മുതൽ 2008 വരെ നടന്നേക്കുന്ന മദർ ഓഫ് ഓൾ ബുൾ മാർക്കറ്റ് അറിയപ്പെടുന്ന ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരിടയ്ക്ക് അതിൻ്റെ അകത്ത് 36% ഒരു ക്രാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ വേറൊരു 2006 സമയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 31% അടുപ്പിച്ചൊരു ക്രാഷ് നിഫ്റ്റി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ മാർക്കറ്റ് ഏകദേശം 30% മേളിൽ ക്രാഷ് ചെയ്തിട്ടുള്ള സംഭവം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല മാർക്കറ്റുകൾ ഇതേ കണക്ക് ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നത്. ആൻഡ് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബെയർ മാർക്കറ്റ് പോലെ, നോർമൽ ഒരു ബെയർ മാർക്കറ്റ് പോലെ അല്ല, വളരെ ഫാസ്റ്റ് ആൻഡ് സ്റ്റീപ്പായിട്ടായിരിക്കും ആ ഒരു ഫോളോ വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ ആൾക്കാരും പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും തന്നെ കുറച്ച് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാരണം സ്റ്റോക്കുകളൊന്ന് താഴോട്ടിടിയും കാണുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസിൽ ഇടിക്കുന്നതായിരിക്കും. സ്റ്റോപ്പ് ലോസിൽ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വിൽക്കാൻ തുടങ്ങും. അപ്പോൾ സ്റ്റോക്ക് കുറേ കൂടെ ഇടിയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുവരെ വിൽക്കാതിരുന്ന ആൾക്കാരും കൂടെ എഗെയിൻ കൊണ്ടുവന്ന് മാർക്കറ്റിൻ്റെ അകത്ത് സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുന്നതായിരിക്കും. ഇതാണ് ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് നോർമലി കാണാൻ പറ്റുന്നത്. ഇനി ഇതേ സമയത്ത് നമ്മളൊരു ബെയർ മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് നോക്കുന്നതെങ്കിൽ ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് ഇത്ര കണ്ട് സ്റ്റീപ്പായിട്ടുള്ള ഫോളുകൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. വളരെ പതുക്കെ ആയിരിക്കും മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എത്ര കണ്ട് ഫാസ്റ്റായിട്ട് ഇടിയുന്നോ അത്ര കണ്ട് ഫാസ്റ്റായിട്ട് തിരിച്ച് മേലിലോട്ട് കയറി പോകുന്നതായിരിക്കും. എത്ര കണ്ട് സ്ലോ ആയിട്ടാണ് ഇടിയുന്നത് അത്ര കണ്ട് സ്ലോ ആയിട്ടായിരിക്കും മാർക്കറ്റ് തിരിച്ച് മേലിലോട്ട് കയറി പോകുന്നത്. അതല്ല, മാർക്കറ്റ് ഒരു ബെയർ മാർക്കറ്റിലോട്ട് പോകാൻ നേരത്തും ഫാസ്റ്റായിട്ട് ഇടിയണമെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വലിയ റീസൺസ് വേണം. എന്തെങ്കിലും ഒരു വലിയൊരു ബാങ്ക് പൊളിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ക്രൈസിസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് അത്ര കണ്ട് ഫാസ്റ്റായിട്ട് ഇടിഞ്ഞു പോകത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു റിസഷൻ്റെ ഫിയർ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊരു റേറ്റ് കട്ട് വന്നാൽ തീരാമെന്നുള്ളൊരു വിഷയമുള്ളൂ. ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനെ പോസിറ്റീവ്ലി എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലായാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും? എന്തുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഇത്ര കണ്ട് ഫോൾ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ള റീസൺസിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിലുണ്ടായിരുന്ന ക്യാരി ട്രേഡിൻ്റെ ഒരു കൊളാപ്സ് ആണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജപ്പാനിലുണ്ടായിരുന്ന ക്യാരി ട്രേഡ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജപ്പാൻ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര കണ്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് 0.0 അടുത്ത് ഒക്കെ നിൽക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് ജപ്പാൻ ഇത്രയും നാൾ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര കണ്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ അവിടെ മണി അവൈലബിൾ ആയിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് മണി ബോറോ ചെയ്തിട്ട് ആ മണീനെ വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ ഹയർ റിട്ടേൺസ് കിട്ടുന്ന റിസ്ക് അസറ്റുകളിലോട്ട് ആ മണീനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ജപ്പാനിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മണി ബോറോ ചെയ്യുന്നു. അതിനുശേഷം അതിനെ നാസ്ഡാക്ക് പോലെയുള്ള വളരെ എന്താ പറയുക ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള മാർക്കറ്റുകളിലോട്ട് അവർ ആ പൈസ ഇൻഫ്യൂസ് ചെയ്യുന്നു. അതേ കണക്കിന് ജപ്പാൻ്റെ ഇൻഡെക്സുകളിലകത്ത് അല്ലെങ്കിൽ ജപ്പാൻ മാർക്കറ്റുകളിൽ തന്നെ അത് ആ ഒരു പർട്ടിക്കുലർ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് അവർക്ക് അവിടെ വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത് കിട്ടുന്നു,
അവിടുത്തെ ജാപ്പനീസ് യെൻ കിട്ടുന്നു. അതിന് അവർ മറ്റ് മാർക്കറ്റുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജപ്പാൻ്റെ അവിടെ ഇത്രയും കണ്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുകയും മറ്റുള്ള രാജ്യങ്ങളിൽ കുറച്ചുകൂടെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ജപ്പാനീസ് യെൻ എന്ന് പറയുന്ന സാധനവും ഡിപ്രീഷിയേറ്റ് ചെയ്യണം, അതിൻ്റെ വിലയും കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിൽ നിന്ന് പൈസ കൊണ്ടുപോയി വെളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഡബിൾ ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത് ഇവിടെ വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ കിട്ടുകയാണ്, അതിനെ കൊണ്ടുപോയിട്ടാണ് അവർ വേറെ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ജപ്പാൻ കറൻസിയും വീക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്ന തോറും അവർ ഏത് രാജ്യത്താണ് ആ ഒരു പർട്ടിക്കുലർ മണി പാർക്ക് ചെയ്തേക്കുന്നത് അവിടുത്തെ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ഇവർക്ക് ഡബിൾ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത്. ഇതാണ് ഇത്രയും നാൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഏകദേശം ഇപ്പോൾ പറയുന്ന കണക്കുകളെന്ന് പറയുന്നത് ഇതേ കണക്ക് ക്യാരി ട്രേഡിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 4 ട്രില്യൺ ജാപ്പനീസ് എന്നൊക്കെ ഇൻവോൾവ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം കറക്റ്റാണ് ആപ്റ്റ് ആയിട്ടുള്ള ഡേറ്റകളാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും വളരെ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ അകത്ത് നിന്നാൽ വളരെ വലിയൊരു എമൗണ്ട് ഇതേ കണക്ക് ജപ്പാൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ജപ്പാൻ എക്കണോമിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് ജപ്പാൻ സൈഡിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജപ്പാനിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുണ്ട്, അത് പോരാഞ്ഞിട്ട് ജാപ്പനീസ് കറൻസിയെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ജാപ്പനീസ് കറൻസി എന്ന് പറയുന്നത് US ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇത്രയും നാൾ ഇൻവെസ്റ്റേഴ്സിന് അവിടെ നിന്ന് ഫേവറബിൾ ആയിട്ട് ഈ ഒരു ക്യാരി ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ട് എന്ത് സിറ്റുവേഷൻസ് ആണോ ഉണ്ടായിരുന്നത് ഈ രണ്ടും തന്നെ ഇപ്പോൾ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാരണം ഈ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുകയാണ്, ഇവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവർ അവിടെ നിന്ന് ക്യാഷ് തിരിച്ച് ജാപ്പൻ മാർക്കറ്റിലോട്ട് തന്നെ അല്ലെങ്കിൽ ജാപ്പനീസ് എക്കണോമിയിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഒബിയസ്ലി ആദ്യം തന്നെ ഇവർ നാസ്ഡാക്ക് അതുപോലെയുള്ള അവരുടെ എവിടെയാണ് ഹെവി വെയ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെവി അലോക്കേഷൻസ് ഉള്ളത് അവിടെ സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. ആ സെല്ലിംഗ് നടത്തുന്നതുകൊണ്ട് തന്നെ ആ മാർക്കറ്റുകൾ ഇടിയുന്നതായിരിക്കും. മാർക്കറ്റുകൾ ഇടിയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാസ്കേഡിങ് ഇമ്പാക്റ്റ് ഫോം ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി പ്രോഫിറ്റിലുള്ള മറ്റു ആൾക്കാർ സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. സ്റ്റോപ്പ് ലോസിൽ അടിക്കുന്നതനുസരിച്ച് ബാക്കിയുള്ളവർ സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. ഇങ്ങനെ മാർക്കറ്റുകൾ മൊത്തത്തിൽ ഒരു ഡൗൺ ട്രജക്ടറിയിലോട്ട് പോകുന്നതായിരിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കാനെന്നുള്ള ഒരു രീതിയിൽ നോക്കാൻ നേരത്ത് ഇപ്പോൾ US മാർക്കറ്റിൻ്റെ അകത്ത് വന്നേക്കുന്ന ജോബ് ഡേറ്റ എല്ലാം തന്നെ വളരെ എക്സ്പെക്റ്റിനെക്കാട്ടിയും വളരെയധികം മോശം ഡേറ്റകളാണ് അവിടെ ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ USൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാവുകയാണ്. USൻ്റെ അവസ്ഥ പരിതാപകരമാവുന്നതനുസരിച്ചിട്ട് അത് ബാക്കിയുള്ള മാർക്കറ്റുകളിലോട്ട്, അത് US എന്ന് പറയുന്നത് മദർ മാർക്കറ്റാണ്. ഗ്ലോബലി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുകളുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 50% എബോ മാർക്കറ്റ് ഷെയർ ഉള്ളതെന്ന് വെച്ചാൽ US മാർക്കറ്റിന് മാത്രമാണ്. അപ്പോൾ അതൊരു മദർ മാർക്കറ്റാണ്. അവിടെ കൊളാപ്സ് വരാൻ നേരത്ത് അതിൻ്റെ കാസ്കേഡിങ് ഇമ്പാക്റ്റുകൾ മറ്റ് മാർക്കറ്റുകളിലോട്ട് പോകുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ ജാപ്പനിൽ വന്നിരിക്കുന്ന ജാപ്പനീസ് സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ക്യാരി ട്രേഡ് എന്ന് പറയുന്നത് ജാപ്പനീസ് മാർക്കറ്റിൻ്റെ അകത്തും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാപ്പനീസ് മാർക്കറ്റിൻ്റെ അകത്തും അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട്. അവിടെയും ഇപ്പോൾ മാർക്കറ്റുകൾ ക്രാഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഗ്ലോബലി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അതിൻ്റെ എഫക്റ്റുകൾ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ അത്ര പെർസെൻറ്റേജ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റൊക്കെ വളരെ ഹെവി പെർസെൻറ്റേജുകളാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കുക, നാസ്ഡാക്ക് ഇൻഡെക്സ് തന്നെ ഓൾമോസ്റ്റ് 4.5% ആണ് ഫോളോ ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ് ഒന്നും അത്ര കണ്ട് ഫോളോ ആയിട്ടില്ല. ഇന്ത്യൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും ആ രീതിയിലൊന്നും ഒരു എന്താ പറയുക ഒരു വലിയ ക്രാഷ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ FIs ഓൾറെഡി തന്നെ സെല്ലിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ FIയുടെ സെല്ലിങ് നടന്നാൽ പോലും ഇതിൻ്റെ അകത്തോട് മണി പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റീറ്റെയിലേഴ്സ് അവൈലബിൾ ആണ്. റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന റീറ്റെയിലേഴ്സ് ആയാലും ശരി, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് പൈസ ഇടുന്ന ടൈപ്പ് റീറ്റെയിലേഴ്സ് ആയാലും ശരി, മാർക്കറ്റിൻ്റെ അകത്തോട്ട് ഇപ്പോൾ മണി പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡൊമസ്റ്റിക് മണി തന്നെ ഇനഫായിട്ട് അവൈലബിൾ ആണ്. ഈ ഡൊമസ്റ്റിക് മണി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റുകൾ ക്രാഷ് ചെയ്യുന്നതിൻ്റെ അത്ര ഉണ്ട് ക്രാഷ് ആവാതിരിക്കുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ടൈമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരികയാണ്. മാത്രമല്ല നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ത്യ മാത്രമല്ല വേറെ എവിടെയൊക്കെയാണോ FI പാർട്ടിസിപ്പേഷൻസ് കുറവുള്ളത് ആ മാർക്കറ്റുകളൊന്നും അധികം തന്നെ ഇടിയുന്നില്ല. ബാക്കി US അതല്ലെങ്കിൽ ഈ ഒരു FI പാർട്ടിസിപ്പേഷൻ ഏറ്റവും കൂടുതലുള്ള മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ക്രാഷ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജപ്പാൻ സൈഡിൽ നിന്ന് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ല അവിടെ ഉണ്ടായിരുന്നത്, വളരെ ചെറിയ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് ഇതിനെ മെയിനായിട്ട് ട്രിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇനിയും കൂടാനാണ് ചാൻസ് എങ്കിൽ ഇത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. പക്ഷേ
പക്ഷേ ഇതൊന്നും കണ്ടുകൊണ്ട് യു എസ് വെറുതെ നിൽക്കത്തില്ല. യു എസ് എന്തുകൊണ്ട് വെറുതെ നിൽക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ഷൻ ഇയർ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഇത് പല വീഡിയോയിലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യു എസിൻ്റെ അകത്തുള്ള സിറ്റിസൺസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏകദേശം ഒരു 80% ആൾക്കാർ. അതൊരു 50% ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ബാക്കിയുള്ള ആൾക്കാർ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ കൂട്ടിയാൽ പോലും അവിടെ യു എസിൻ്റെ അകത്ത് ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് ആൾക്കാരെ ഡയറക്റ്റ്ലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുക എന്ന് പറയുന്നത് അവിടെ ഒരു ഇലക്ഷൻ ഇയർ കൂടെയാണ്. ഇലക്ഷൻ ഉടനെ നിയർ ടൈമിൽ നടക്കാൻ കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ മാർക്കറ്റുകളെ ക്രാഷ് ആകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഉടനെ തിരിച്ച് പറന്ന് മേളിലോട്ട് കയറിപ്പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറിപ്പോകാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എപ്പോഴാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് സെപ്റ്റംബറിലാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു സെപ്റ്റംബർ ആയിട്ടില്ല. അപ്പോൾ അവിടുത്തെ യു എസ് ഗവൺമെൻറ് വിചാരിച്ച അത്ര ലെവലിലോട്ട് ഇൻഫ്ലേഷൻ ഇപ്പോഴും അങ്ങ് എത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ഇനിയും മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാസ്റ്റായിട്ട് വളരെ എടുപിടിയുന്ന രാത്രിക്ക് രാത്രി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് വിചാരിക്കും യു എസിലെ എക്കണോമി എന്ന് പറയുന്ന ഒരു ഹെവി റിസഷനിലോട്ട് പോയി ഗവൺമെൻറ്റുകൾ നിർബന്ധിതരാകുകയായിരുന്നു ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്കണോമി എന്ന് പറയുന്ന ഒരു രീതിയിലും പെർഫോം ചെയ്യുന്നില്ല, അപ്പോൾ ഇനി റിവൈവ് ചെയ്യാൻ ടൈം എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് 1-2 ദിവസം കൂടെ പിന്നെ മാർക്കറ്റുകൾ ഇടിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ഇതൊക്കെ പ്രൈസിൻ്റെ അകത്തോട്ട് വന്ന് പതുക്കെ സ്റ്റോക്ക് മാർക്കറ്റുകൾ മേലിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സമയം തൊട്ട് തന്നെ മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് മേലിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര മാർക്കറ്റ് ഇടിയും, ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടായിട്ട് ഞാൻ ഒട്ടും തന്നെ കരുതുന്നില്ല. ഇനിയും നമ്മുടെ ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കാൻ നേരത്ത് യു എസ് സൈഡിൽ നിന്ന് യു എസിൻ്റെ അകത്തുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ അത്ര കണ്ട് വലിയ പെർസെൻറ്റേജിൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. കാരണം അവിടെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓൾറെഡി കാഴ്ചവെച്ചിട്ട് നിൽക്കുന്നത്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നോക്കാൻ നേരത്തെ അത്ര കണ്ട് വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കയറിപ്പോയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും കൂടുതൽ ഇടിയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ കയറിപ്പോയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇടിയാനുള്ള ചാൻസ് കാണുന്നത്. ഇനി നമ്മളിവിടെ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? അതേ കണക്ക് തന്നെ നാളെ മാർക്കറ്റ് ക്രാഷ് ആകുമെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതായിരിക്കും. അത് നാളെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ചിരിക്കും. ഇന്ന് യു എസ് മാർക്കറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു റിക്കവറി റാലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല യു എസ് മാർക്കറ്റ് ഇന്നും വളരെ വലിയ പെർസെൻറ്റേജ് ആണ് ക്ലോസിംഗ് റേഞ്ചിൽ വെച്ച് നോക്കാൻ നേരത്തും വളരെ വലിയ പെർസെൻറ്റേജ് വെച്ച് ഡ്രോപ്പ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നാളെയും വീക്ക് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ ഫ്രെയിംവർക്ക് ആ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുക. നമ്മളൊരു ട്രേഡർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് വീക്കായി വന്നപ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഔട്ട് ആയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ട്രേഡേഴ്സ് ക്ലബിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ എടുക്കുന്ന ട്രേഡുകളിൽ പതുക്കെ ചെറിയ പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് അവർ പതുക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അവരാരും തന്നെ ഈ സമയത്ത് ഈ ഒരു മാർക്കറ്റ് ഇത്രണ്ട് ഫോളോ ആവുന്ന സമയത്ത് അവരാരും തന്നെ ട്രേഡുകൾ എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മൾ ട്രേഡർ ആണെങ്കിൽ നമ്മൾ ആ ട്രേഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം അല്ലാതെയായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനി നമ്മളൊരു ഇൻവെസ്റ്ററാണ്, നമ്മളൊരു കോമ്പൗണ്ടിങ് ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ വളരെ ലോങ് ടൈമിൽ എത്തിയിട്ട് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ക്രാഷുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കറക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെവി ഓപ്പർച്യൂണിറ്റിയാണ്. അഗ്രസീവായിട്ട് ബൈങ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ തന്നെ കണക്കാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ടെക്നിക്കൽസ് നോക്കിയിട്ട് അക്യുമുലേഷൻ പാറ്റേൺസ് നോക്കിയിട്ട് സ്റ്റോക്കുകളിൽ ബൈങ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി വീക്ക്നെസ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടെക്നിക്കലി ഈ സ്റ്റോക്കുകളൊക്കെ മേജർ ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയാണ്, മാർക്കറ്റ് ഇടിയുമ്പോഴും ഈ സ്റ്റോക്കുകളുടെ അകത്ത് മാർക്കറ്റിനെക്കാട്ടിയും വലിയ ഓളിയത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് നോർമലി ആവറേജ് കിട്ടുന്നതിനെക്കാട്ടിയും വളരെ വലിയ ഓളിയത്തിലൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അകത്ത് സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നിയർ ടൈമിലെങ്കിൽ ഒരു വീക്ക്നെസ് ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് നമ്മൾ ലെവൽസ് അനുസരിച്ചിട്ട് പൊസിഷൻ സൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കുകൾ അടുത്ത് സ്ട്രെങ്ത് കാണിച്ച് കയറി വരികയാണെങ്കിൽ പൈസ തിരിച്ച് റീഇൻഫ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതല്ല വേറെ സ്റ്റോക്കുകളാണ് സ്ട്രെങ്ത് കാണിച്ച് കയറി വരുന്നതെങ്കിൽ അതിലോട്ട് പൈസ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ടൈമിൽ നമ്മൾ എടുക്കേണ്ട ഒരു മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാ ആൾക്കാരും ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങി, ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടാണോ, എത്ര വരെ ഇടിയും, അതേ സമയത്ത് മാർക്കറ്റ് നാളെ ഇടിയുമോ, ഇതുപോലുള്ള കുറേ ബേസിക് ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള 99
99.99% ആൾക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളും ഈ ചോദിക്കുന്നത്. ആൻഡ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. ആൻഡ് ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ തപ്പി നടക്കേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ സമയത്ത് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഈ സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ട്രേഡിൽ നിന്നിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്യുക. ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വരേണ്ടത്. അല്ലാതെ മാർക്കറ്റിനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം മൂവ്മെൻറ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നോക്കേണ്ടത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാർക്കറ്റിന് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഓൾറെഡി അറിയാമെങ്കിൽ ആ കാര്യത്തിനെ വെച്ചിട്ട് മാർക്കറ്റ് ഇടിയാറില്ല. മാർക്കറ്റ് ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത വളരെ അൺസർട്ടൻ ആയിട്ടുള്ള എന്തൊരു കാര്യം സംഭവിക്കുന്ന നേരത്തായിരിക്കും മാർക്കറ്റ് ഇടിയുന്നത്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു മാർക്കറ്റിനെ ഈ ഒരു എന്താ പറയുക ഒരു ഡൗൺഫോളിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷന് വേണ്ടിയിട്ട് കോസായിട്ട് വന്നത്. നമ്മൾ ഇത്രയും നാളൊന്നും തന്നെ ഈ ഒരു പിക്ചറിൽ കാണാത്ത കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ അതേ കണക്കിന് ഇനി മുന്നോട്ട് പോകാൻ നേരത്തും മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറുമോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് നമ്മളിപ്പോൾ പിക്ചറിൽ കാണാത്ത എന്തെങ്കിലും ഒരു സംഭവം അപ്പോഴും വരുന്നതായിരിക്കും. അതിനനുസരിച്ച് മാർക്കറ്റ് പിന്നീട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ പാനിക് ആവേണ്ട ഒരു രീതിയിലുള്ള. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ വഴിയിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് റിലേറ്റഡും സ്റ്റോക്ക് റിലേറ്റഡും ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.